കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും മതപരവുമായ ഇടങ്ങളിൽ ഈ അടുത്ത കാലത്തായി വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേസമയം ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സായം സന്ധ്യയിൽ ഈ തെരുവോരത്ത് നമ്മളും ചർച്ച ചെയ്യുന്നത്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നേരത്തെയുള്ള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാദകോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഫാദർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തോന്നിയേക്കാം, വഖഫ് എന്ന് പറയുമ്പോൾ അതിലൊരു മതപരമായ ടച്ചുണ്ട്, അത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഈശ്വരന് വേണ്ടി, ദൈവത്തിനു വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി തന്റെ കയ്യിലുള്ളത് ദാനം ചെയ്യുക, ദാനം കൊടുക്കുക, ഇതാണ് വഖഫ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് അവരുടെ ആളുകൾ മാത്രമല്ല, മറ്റാർക്കും കൊടുക്കാം. കൊടുക്കുന്ന സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കത്തിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് ഹിന്ദു ഐക്യവേദി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നത് എന്ന് തോന്നിയേക്കാം. ഈ മുനമ്പത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, മതപരമായി ഞാൻ സൂചിപ്പിക്കുകയല്ല, അവിടെ 610 കുടുംബങ്ങൾ തെരുവോരത്ത് ഇന്നും സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും മതപരമായി നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും പുറമേ നിന്ന് വീക്ഷിക്കുന്നവർക്ക് തോന്നിയേക്കാം, എന്താണ് ഇതിൽ ഹിന്ദു ഐക്യവേദിക്കൊരു കാര്യം, അല്ലെങ്കിൽ RSS പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? ഇത്തരം പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും അവശതയും യാതനയും വേദനയും അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു മതപരമല്ല. ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു മതത്തിനെതിരായിട്ടുള്ള യോഗമല്ല, ജനജാഗ്രതാ സദസ്സല്ല. ഇത് മതത്തിനും അപ്പുറം ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അവന്റെ ഭൂമിയുടെ പ്രശ്നമാണെങ്കിലും, അവന്റെ ആഹാരത്തിന്റെ പ്രശ്നമാണെങ്കിലും, അവന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണെങ്കിലും എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നത് അതാണ്. ഇന്നലെ വരെ കഴിഞ്ഞിരുന്ന അവരുടെ ഗൃഹങ്ങളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ചില ആളുകൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള അധികാരവും അവകാശവുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെടുമ്പോൾ ആ ജനങ്ങളുടെ മാനസികാവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹിന്ദു ഐക്യവേദി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഭൂമിയുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അത് കൊല്ലത്തിരുന്നു കൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ, കരുനാഗപ്പള്ളിയിൽ ഇരുന്നു കൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ,
കൊല്ലം ജില്ലയിൽ കാലങ്ങളായി നടന്നു വരുന്ന ശ്രീരാമൻ കൊയ്യോന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അരീപ്പ ഭൂസമരത്തിന് അതിശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും അവർക്ക് എല്ലാവിധ സഹായങ്ങൾ കൊടുക്കുകയും ഇന്നും ആ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. വയനാട് പോയാൽ വയനാട് ജില്ലയിലെ ലീസ് കർഷകർ കാലങ്ങളായി അവരുടെ ഭൂമിക്ക് പട്ടയം കിട്ടാതെ അവർ വിഷമിക്കുകയാണ്. ആ ലീസ് കർഷകരുടെ പ്രശ്നത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും പല പല സമരങ്ങൾ നടത്തുകയും അതിന്റെ എല്ലാം ഒടുവിൽ 2 ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സംഭാഷണത്തിന്റെ ഭാഗമായി അവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകളുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമാണ് അത്. വർഷങ്ങൾക്ക് മുമ്പ് മുത്തങ്ങയിലെ CK ജാനുവിനെ പോലെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ധീരയായ വനിത ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായപ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത പ്രസ്ഥാനമാണ് നമ്മുടേത്. ആറളത്തെ ഭൂസമരത്തിൽ ശക്തമായ പിന്തുണ കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. കോതമംഗലത്തെ കുട്ടമ്പുഴയിലെ ജനങ്ങൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശക്തമായ സമരങ്ങളും ഇടപെടലുകളും എല്ലാം നടത്തി ആ ഭൂമി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിയ പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. അങ്ങനെ മുഴുവൻ കേരളത്തിലും ഭൂമിയില്ലാത്ത ആളുകളുടെ പ്രശ്നം, ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നത്തിൽ അതിശക്തമായ ഇടപെടൽ ഹിന്ദു ഐക്യവേദി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. അതുതന്നെയാണ് ഈ മുനമ്പത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായി ഇതൊരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദു ഐക്യവേദി ഇതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് സോമൻ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ സാമൂഹ്യമായ വശങ്ങളെ സംബന്ധിച്ച് ഫാദർ നമ്മുടെ മുൻപിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ചില തലതിരിഞ്ഞ വിവരമുണ്ട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ചില നേതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു നിയമത്തിന്റെ കെടുതികൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കരിനിയമമാണ്, ഇതൊരു കിരാതമായ നിയമമാണ്. PC ജോർജ് പറഞ്ഞതുപോലെ, നമ്മുടെ സാമൂഹ്യ നിരീക്ഷകനായിട്ട് അഹമ്മദ് മാസ്റ്റർ പറഞ്ഞതുപോലെ, ഇതൊരു രാജ്യദ്രോഹപരമായ നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നാണ്. ഈ നിയമം രാജ്യദ്രോഹപരമാണ്. സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്. PC ജോർജ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറയാൻ PC ജോർജിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ജന്മനാൽ ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു ഇദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനാണ്, അതുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിവരമുണ്ടെന്ന് നാം കരുതുന്ന ചില നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ച ഒരു തലതിരിഞ്ഞ ഒരു നിയമം, ഈ കരിനിയമത്തിനെതിരെ, കിരാത നിയമത്തിനെതിരെ, രാജ്യദ്രോഹപരമായ നിയമത്തിന് എതിരെയാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് കർണാടകത്തിൽ പ്രശ്നമാണ്, തമിഴ്നാട്ടിൽ പ്രശ്നമാണ്, ആന്ധ്രയിൽ പ്രശ്നമാണ്, തെലങ്കാനയിൽ പ്രശ്നമാണ്, മഹാരാഷ്ട്രയിൽ പ്രശ്നമാണ്, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ഡൽഹിയിൽ, എവിടെയും ഇത് പ്രശ്നമാണ്. വഖഫിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു മുകേഷ് അംബാനിയുടെ വീട് വഖഫിന്റെയാണ് പോലും.
കേരളത്തിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് തങ്ങൾ പറയുന്നു അയോധ്യ ശ്രീരാമ ജന്മഭൂമിയും വഖഫിന്റെയാണ് പോലും. ചില നേതാക്കന്മാര് പറയുന്നു സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫിന്റെയാണ്, ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വഖഫിന്റെയാണ്. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ അവകാശവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. 1500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ആ തിരുച്ചെന്തൂർ ഗ്രാമത്തിൽ ജീവിക്കുന്ന രാജഗോപാൽ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ തന്റെ ഭൂമി വിൽക്കാൻ ഒരു പരിശ്രമം നടത്തി. കൃഷിഭൂമി അദ്ദേഹം വിൽക്കാൻ വേണ്ടി അതിന്റെ രേഖകളുമായി പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തന്റെ ഭൂമി വിൽക്കാൻ സാധ്യമല്ല, കാരണം ഇത് വഖഫിന്റെ സ്വത്താണ്. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്റെ ഭൂമി മാത്രമല്ല, ഈ തിരുച്ചെന്തൂർ ക്ഷേത്രം ഉൾപ്പെടെ ഇരിക്കുന്ന 4500 ഏക്കർ ഭൂമിയും വഖഫിന്റെ സ്വത്താണ് പോലും. 1400 വർഷം പഴക്കമുള്ള ഇസ്ലാം 1500 വർഷത്തിലധികം പഴക്കമുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ ഭൂമി എങ്ങനെയാണ് ഈ വഖഫിന്റെ സ്വത്താക്കി മാറ്റിയത്? അതാണ് ഈ തലതിരിഞ്ഞ നിയമം എന്ന് പറയുന്നത്, ഈ നയം എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 1956 ഒരു മുസ്ലിം നാമധാരി ഈ തിരുച്ചെന്തൂർ ഗ്രാമം മുഴുവൻ വഖഫിന് കൊടുത്തിരിക്കുന്നത്രേ. ഈ വഖഫിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരിക്കൽ വഖഫ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്നും വഖഫിന്റെയാണ്, തിരിച്ചെടുക്കാൻ സാധ്യമല്ല. എല്ലാ കാലത്തും അത് വഖഫായിരിക്കും. അതാണ് ഈ മുനമ്പത്തെ ജനങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫാദറുടെ ഭൂമി വഖഫാണെന്ന് KP ഹരിദാസ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഫാദറിന്റെയാണ്, എന്റെ അല്ല. കോടതിയിൽ പോയി തെളിയിക്കണം ഇത് വഖഫിന്റെ അല്ല എന്റെ ആണെന്ന്. അതാണ് ഈ നിയമത്തിൽ പറയുന്നത്. പഴയ നിയമത്തിൽ കേട്ടോ അല്ലേ സാറേ? പഴയ നിയമത്തിൽ പറയുന്ന അതാണ്. ആ നിയമത്തെയാണ് മാറ്റാൻ ഇവിടെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആർക്കും ആരുടെ ഭൂമിയിൽ വഖഫ് ചെയ്യാം, വാക്കാൽ വഖഫ് ചെയ്യാം. അതല്ല എന്ന് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവരുടെയാണ്. ഇതിപ്പോ മുനമ്പത്തുനിന്ന് കടന്ന് തൊട്ടടുത്ത ചെറായിലേക്കും, ചെറായിൽ നിന്ന് തീരദേശം വഴി ചാവക്കാട്ടേക്കും, ചാവക്കാട് നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി അത് കോഴിക്കോട്ടേക്കും, കോഴിക്കോട് നിന്ന് അത് തളിപ്പറമ്പിലേക്കും, തളിപ്പറമ്പിൽ നിന്ന് അത് കാസർഗോഡ് ബദിയടുക്കയിലേക്കും, അങ്ങനെ ഓരോ പ്രദേശത്തേക്കും ഈ വഖഫിന്റെ കരാളഹസ്തങ്ങൾ അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് ഒരുമനയൂർ പ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വഖഫ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഈ ചാവക്കാടിന്റെ തൊട്ട് ചേർന്നാണ് ഗുരുവായൂര്. ചാവക്കാടും ഗുരുവായൂരും 2 മുനിസിപ്പാലിറ്റി ഒരു മതിലിന് അപ്പുറം ഇപ്പുറമാണ്. അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഈ ചാവക്കാടുന്നത് ഇങ്ങോട്ട് കടന്നാൽ ഇവർ നാളെ പറയുകയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമിയും വഖഫിന്റേതാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഗുരുവായൂർ ദേവസ്വത്തിന്റെയാണ്. BJPയുടെ നേതാവായ B. ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി, ശബരിമലയും നാളെ വഖഫായി മാറും. അദ്ദേഹത്തിന് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ശബരിമല ധർമ്മശാസ്താവിന്റെ തൊട്ട് താഴത്താണ് അവിടെ വാവരുടെ പള്ളിയുള്ളത്. വാവരാണോ ദ്വാപരനാണോ അത് വേറെ കാര്യം, അതിവിടെ ചർച്ചയില്ലാത്തതുകൊണ്ട് അവിടെ കിടക്കട്ടെ. എന്തായാലും വാവർ എന്നുള്ള നിലയ്ക്കാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഇവര് പറയുകയാണ് വർഷങ്ങളായി ഇത് ഞങ്ങൾ വഖഫ് കൊടുത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ശബരിമല ധർമ്മശാസ്താവ് 18 പടിയും താഴെ ഇറങ്ങി പോകേണ്ടി വരും. ഇത് ഗുരുവായൂരിന് ബാധകമാണ്, ഇത് ശബരിമലയ്ക്ക് ബാധകമാണ്, ഇത് എവിടെയും ബാധകമാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഗുജറാത്തിലെ ദ്വാരകയിലെ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ഭൂമിയിൽ 2 ദ്വീപ് വഖഫിന്റെയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ മുൻപിൽ വന്നപ്പോൾ കോടതി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, കൃഷ്ണ ജന്മഭൂമിയിലും വഖഫോ? കൃഷ്ണൻ ജനിച്ച ഭൂമിയിലെ 2 ദ്വീപ് വഖഫിന്റേതായി മാറാമെങ്കിൽ പിന്നെ ഗുരുവായൂർ വഖഫിന്റെ ആവാനാണോ ബുദ്ധിമുട്ട്?
ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തി മലബാറിന്റെ മനസ്സും മലബാറിന്റെ മണ്ണും എല്ലാം കീഴടക്കി അങ്ങനെ തകർത്ത് തരിപ്പണമാക്കി ആലുവ ശിവരാത്രി മണപ്പുറം വരെ വന്ന ചരിത്രമുണ്ടല്ലോ. അങ്ങ് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ മുൻപിലുള്ള ആ കൊടിമരത്തില് എന്റെ കുതിരയെ ഞാൻ കെട്ടും എന്ന് പറഞ്ഞ് വീമ്പളക്കിക്കൊണ്ടാണ് വന്നത്. അത് വേറെ കാര്യം. പക്ഷെ ആലുവ വരെ മാത്രമേ ഈ ടിപ്പു സുൽത്താന് വരാൻ കഴിഞ്ഞുള്ളൂ. ആലുവ വരെ എത്തിയ സമയത്ത് ടിപ്പു സുൽത്താനെ അവിടെ ആക്രമിച്ച് തോൽപ്പിച്ച് കുതികാൽ വെട്ടി ഞൊണ്ടിക്കാലുമായി അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരു ധീരദേശാഭിമാനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു യുദ്ധത്തിൽ ടിപ്പു തിരിച്ചോടി. ഞാൻ പറയുന്നു, ടിപ്പു വന്ന വഴിയെല്ലാം അതെല്ലാം വഖഫിന്റെ ഭൂമിയാണ് എന്ന് ഈ ആളുകൾ പറഞ്ഞാൽ എത്ര ഭൂമിയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്? നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, നമ്മുടെ ചരിത്ര സ്ഥലികൾ, നമ്മുടെ ദേശീയ മാനബിന്ദുക്കളായിട്ടുള്ള കേന്ദ്രങ്ങൾ, പുരാവസ്തു കേന്ദ്രങ്ങൾ ഓരോന്നിന്റെ മേലെയും വഖഫ് പിടിമുറുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ പത്രത്തിൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള 250-ൽ പരം ചരിത്ര സ്മാരകങ്ങൾ വഖഫ് ബോർഡിന്റെ കീഴിലായി കഴിഞ്ഞു. വഖഫ് ബോർഡിന്റെ കീഴിൽ നിന്ന് അത് സംരക്ഷിച്ചെടുക്കാൻ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ JPCയുടെ മുൻപാകെ ചെന്നിരിക്കുകയാണ്. കാരണം പുതിയ നിയമത്തിന്റെ ചർച്ചകൾ അവിടെയാണല്ലോ നടക്കുന്നത്. അതിൽ 57 എണ്ണവും കർണാടക സംസ്ഥാനത്തിലാണ്. അപ്പൊ പുരാവസ്തു വകുപ്പിന് പോലും രക്ഷയില്ല. ഇത് കിരാത നിയമമാണ്, കരിനിയമമാണ്, രാജ്യദ്രോഹ നിയമമാണെന്ന് പറയാൻ എന്താ കാരണം? ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലുള്ളൊരു നിയമമാണ്, ഇന്ത്യൻ സർക്കാരിന് മുകളിലുള്ളൊരു നിയമമാണ്. ഇന്ത്യൻ നീതിന്യായ കോടതികൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് ഒരു മണ്ണാങ്കട്ടം ചെയ്യാൻ സാധ്യമല്ല. മുനമ്പത്തുകാരെ ഒഴിപ്പിക്കില്ല, നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടായില്ല. ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിയമം അങ്ങനെയാണുള്ളത്. ആ നിയമമാണ് ഇവിടെ മാറേണ്ടത്. ആ നിയമത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നത്. ഇവിടെ സാധാരണ ഭൂമിയുടെ പ്രശ്നം വന്നാൽ സർക്കാരിന്റെ ഭൂമി പ്രശ്നം ആരാ കൈകാര്യം ചെയ്യുന്നത്? റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പിന് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണോ? അതുകൊണ്ടാണ് ഭാരതത്തിന്റെ സമാരാധ്യനായ പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയ്ക്കും മേലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു നിയമം. 1950-ൽ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുമ്പോൾ, നാം അത് അംഗീകരിക്കുമ്പോൾ BR അംബേദ്കർക്ക് തോന്നാത്ത ഒരു സംഗതി, ഭരണഘടനാ ശില്പികൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം, എന്തിനാണ് ഈ 54-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത്? 1913-ൽ ബ്രിട്ടൻ ഭരിക്കുന്ന കാലത്ത്, ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത് ആരംഭിച്ച ഒരു സംഭവമാണ് ഇത്. ബ്രിട്ടൻ അതിന്റെ അപകടം മനസ്സിലാക്കിയപ്പോൾ ആ നിയമം ഇല്ലാതാക്കാൻ ഒരു പരിശ്രമം നടത്തി. അവർ ലണ്ടനിലെ പ്രിവ്യൂ കൗൺസിലിൽ കേസിന് പോയി. 4 ജഡ്ജിമാർ, 4 ന്യായാധിപന്മാർ ഒരുമിച്ച് ഒരു വിധി പുറപ്പെടുവിച്ചു. ഇത് ദോഷകരമാണ്, ഇത് മോശമാണ്, അതേസമയം ഇത് ശാശ്വതത്വമാണ് എന്നായിരുന്നു 4 പേരും കൂടെ പുറപ്പെടുവിച്ച വിധി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ വഖഫ് ആ നിയമം, ആ സംഭവം തന്നെ റദ്ദ് ചെയ്യാൻ അന്ന് അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായത് 1913 കാലത്ത്. പക്ഷേ ഭാരതം സ്വതന്ത്രമായപ്പോൾ ആ വിധിച്ച വിധിക്ക് നിയമസാധുത ഇല്ലാതെ വന്നു. അങ്ങനെയാണ് പിന്നീട് 54-ല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പുതിയ ഈ വഖഫ് നിയമം ഇവിടെ കൊണ്ടുവന്നത്. ശേഷം നരസിംഹറാവു അതിനെ പുതുക്കി, മൻമോഹൻ സിംഗ് അതിനെ പുതുക്കി 95-ലും 2013-ലും. അങ്ങനെ നെഹ്റു കൊണ്ടുവന്ന നിയമത്തിൽ 2 ഭേദഗതികൾ പ്രധാനമായി വരുത്തിയതിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമികളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി വന്നു. ആ നിയമം മാറ്റണമെന്നാണ് പുതിയ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ അവിടെ അവതരിപ്പിക്കുന്നതും അത് JPCക്ക് വിടുകയും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചവരെന്താണ് പറയുന്നത്?
ഇതൊരു കിരാത നിയമമാണ് എന്ന് ജസ്റ്റിസ് രാമചന്ദ്രനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കരി നിയമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിലനിൽക്കുന്നത് അൽ മതേതരത്വമാണ് എന്ന് പറഞ്ഞത് ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാണ്. ഈ നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞത് AP അഹമ്മദ് മാഷിനെ പോലെയുള്ള ആളുകളാണ്. KCBCയുടെ സമാരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ മുനമ്പത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം നമ്മുടെ മുൻപിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ MLA-മാരോട്, ഈ കേരള സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ നിയമം പാടില്ല എന്നുള്ള പ്രമേയമല്ല നിങ്ങൾ പാസാക്കേണ്ടിയിരുന്നത്, അതിന് പകരമായി ഈ മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള പ്രമേയമാണ് നിങ്ങൾ പാസാക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവര് പാസാക്കിയ പ്രമേയം എന്താണ്? കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നിയമം പാസാക്കാൻ പാടില്ല എന്നായിരുന്നു. മാർ തട്ടിൽ തിരുമേനിയെ പോലുള്ള ആളുകൾ എന്തു പറഞ്ഞു? നിങ്ങൾ ഇതെല്ലാം പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആശയം മാറാൻ പോകുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ വസ്ത്രം മാറാൻ പോകുന്നില്ല, ഞങ്ങൾ ഈ ലോഹ തന്നെയാണ് ധരിക്കാൻ പോകുന്നത്, ഒരിക്കലും ഞങ്ങൾ മാറില്ല, ഞങ്ങൾ ഖദർ ധരിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ചുവപ്പ് ധരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പടി കൂടെ കടത്തി അദ്ദേഹം ഒരു കാര്യം കൂടെ ജനങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാലങ്ങളായി ചില ചിഹ്നങ്ങളിൽ നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്തരം കുത്തലുകൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, മാറ്റി കുത്തിക്കോളൂ എന്നുവരെ അദ്ദേഹത്തെ പോലെ സമാരാധ്യനായ കേരളം ആരാധിക്കുന്ന ഒരു സഭയുടെ പരമാചാര്യന് പറയേണ്ടി വന്ന സാഹചര്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫാദർ ജോഷി മയ്യനാടിൽ ഒരു പടി കൂടെ കടന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയാണ്, വർഗീയ പ്രസ്ഥാനമാണ്. ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ISIS-ന് വേണ്ടിയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിന്റെ നിയമസഭയില് 140 വിഡ്ഢിക്കൂശ്മാണ്ഡങ്ങൾ ഒരുമിച്ചുകൂടി 280 കൈകൾ ഉയർത്തി 10 മിനിറ്റ് പോലും ചർച്ച ചെയ്യാതെ ഈ കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിന് എതിരായി അവര് പ്രമേയം പാസാക്കിയത്. നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചോ? തെരുവിലലയുന്ന വഖഫിന്റെ പേരിൽ തെരുവിലലയുന്ന പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ഫാദർ സൂചിപ്പിച്ചതുപോലെ VD സതീശനെ പോലുള്ള ആളുകൾ നിങ്ങൾ ഒഴിയേണ്ടി വരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായി? വെള്ളാനകളുടെ നാടെന്ന് പറയുന്ന സിനിമയില് നമ്മുടെ കുതിരവട്ടം വെപ്പ് പറയുന്നുണ്ടല്ലോ, ദിപ്പ ശരിയാക്കി തരാം, ദിപ്പ് താമരശ്ശേരി ചുരം ദിപ്പ ശരിയാക്കി തരാം. ദിവസം 70 കഴിഞ്ഞിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾ സമരത്തിന്റെ പാതയിലാണ്. നിങ്ങൾ എന്ത് ശരിയാക്കി? തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടെ അങ്ങോട്ട് പോയില്ലേ മുനമ്പത്തെ സമര പന്തലിൽ സമരം ഇരിക്കുന്ന അതിന്റെ നേതാക്കന്മാരെ കാണാൻ? എന്നിട്ട് പറഞ്ഞു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കും. നാം ചോദിക്കുന്ന പ്രശ്നം പരിഹരിക്കും ഇവരാരാന്ന്? ഇവരെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ലെന്ന്. കാരണം ഈ പ്രശ്നം ഇവർക്കൊന്നും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇതിന്റെ നിയമത്തിന്റെ നൂലാമാലകൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇവരാര് വിചാരിച്ചാലും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ നിയമം അപ്പാടെ മാറണം. എങ്കിൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് ഈ നിയമസഭ പ്രമേയം പാസാക്കുന്നത്. നിങ്ങൾ ജനങ്ങളോടൊന്ന് പറയുന്നു, നിങ്ങൾ കുടിയൊഴിച്ചു പോകേണ്ട കാര്യമില്ല, നിങ്ങളെ ആരും പുറത്താക്കില്ല. അങ്ങനെ പറയുന്ന നേതാക്കന്മാർ ഈ കരുനാഗപ്പള്ളിയിലെ MLA അല്ലേ SDPI സംഘടിപ്പിച്ച വഖഫ് ഭൂമി സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? മഹേഷ് MLA, മഹേഷ് അല്ലേ അല്ലേ? അപ്പുറത്തെ മുനമ്പത്തെ ജനങ്ങളോടൊന്ന് പറയുകയാണ്,
പക്ഷെ ഇവിടെ വന്നിട്ട് വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കണ്ണൂരിൽ പോകുമ്പോൾ കണ്ണൂരിൽ INL സംഘടിപ്പിച്ച ഈ വഖഫ് ഭൂമി സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് MV ജയരാജൻ MLA ആണ്. ഇവിടെ SDPI സംഘടിപ്പിച്ച പരിപാടിയിലാണ് മഹേഷ് പങ്കെടുക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ് പാലക്കാട് തെരുവോരത്ത് പ്രകടനം നടത്തിയ SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കുള്ള പ്രത്യുപകാരമായിട്ടാണ് മഹേഷിനെ പോലെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഭൂമി സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി, ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് വഖഫ് മന്ത്രി എന്നാണ്. KPA മജീദ് നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചു. കേരളത്തിലെ പല സ്ഥലത്തും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു. മന്ത്രി പറഞ്ഞു അതെല്ലാം സംരക്ഷിക്കും. കാന്തപുരത്തിന് ഒരേ സ്വരമാണ്, സമസ്തയ്ക്ക് അതേ സ്വരമാണ്, മുസ്ലിം ലീഗിന് അതേ സ്വരമാണ്. പാത്തും പതുങ്ങിയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ സംഘടനകൾക്കും ഒരേ സ്വരമാണ് ഈ വഖഫ് ഭൂമി സംരക്ഷിക്കുന്ന കാര്യത്തിൽ. പക്ഷെ അവര് മുനമ്പത്തെ ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇതെങ്ങനെ രണ്ടും കൂടെ ശരിയാവുന്നത്? അത് പറയുന്ന ആളുകൾ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിന് എതിരായി പ്രമേയം പാസാക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഫാദറോടെ സൂചിപ്പിച്ചില്ലേ, രാഷ്ട്രീയക്കാർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറും, അതുകൊണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണം എന്നാണ്. അല്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നല്ല, വർഗീയ ശക്തികൾ ഇതിൽ നുഴഞ്ഞു കയറി നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വർഗീയ ശക്തികളായി അവർ കാണുന്നത് ഫാദറിനെയും ഫാദറിന്റെ കൂടെയുള്ള ആളുകളെയും നമ്മളെയും ഒക്കെയാണ് ഈ വർഗീയ ശക്തികളായി അവർ ഇപ്പോൾ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശമുണ്ടോ? VD സതീശൻ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. കാരണം VD സതീശന് വേറെ മാർഗമില്ല, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആളാണ് പറവൂര്. പക്ഷെ KM ഷാജി എന്താ പറഞ്ഞത്? VD സതീശൻ അധികം സംസാരിക്കേണ്ട കാര്യമില്ല, ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് എന്തു വന്നാലും വഖഫ് ഭൂമി ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇപ്പുറത്തിരുന്നു കൊണ്ട് അവർ പറയുന്നു. അപ്പോൾ ഒരു മുന്നണിയിൽ തന്നെ നേതാക്കന്മാർക്ക് പല ഭിന്നമായിട്ടുള്ള സ്വരങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. അവിടെയാണ് ഈ കേരളത്തിന്റെ 140 MLA പ്രമേയം പാസാക്കിയത്. പിന്നെ ഈ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്കിപ്പോ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ കൊല്ലത്തെ ഒരു മഹാന് വേണ്ടി ഈ പ്രമേയം പാസാക്കിയ ആൾക്കാരാണ് ഈ കേരളത്തിന്റെ നിയമസഭയിലുള്ളത്. തൊട്ടപ്പുറത്ത് മൈനാഗപ്പള്ളിയിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരാള്. 1990കളിൽ ISS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി ഈ കേരളത്തിന്റെ തെക്കൻ ജില്ലകൾ 6ഓളം ജില്ലകളിൽ വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട് ഇവിടെയെല്ലാം അരാജകത്വം വാരി വിതറി. കോയമ്പത്തൂരില് ബോംബ് സ്ഫോടനം നടത്തി, ബാംഗ്ലൂരിൽ ബോംബ് സ്ഫോടനം നടത്തി, കളമശ്ശേരിയിൽ ബസ് കത്തിച്ച് ഇവിടെ നിന്നുള്ള ചെറുപ്പക്കാരെയെല്ലാം റിക്രൂട്ട് ചെയ്ത് അങ്ങ് കാശ്മീരില് ഈ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ കേരളം മുഴുവൻ വർഗീയതയിൽ നിന്ന് ഭീകരതയിലേക്ക് കൊണ്ടുപോയ ഒരു മഹാൻ എന്ന് പറയുന്നത് ഞാനല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് മഹാത്മാഗാന്ധി സമം അബ്ദുൾ നാസർ മദനി. ഒരൊറ്റമുണ്ടെടുത്തും ഒറ്റമുണ്ട് പുതച്ചും ആദർശത്തിന്റെ വഴിത്താരയിലൂടെ ഈ നാട്ടിലെ ജനകോടികളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഭാരതത്തിന്റെ മഹാനായ പുത്രൻ ഗാന്ധിജിയോട് ഉപമിക്കാൻ പറ്റിയ നേതാവാണ് ഈ മഹാൻ പോലും. അതാണ് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ആ മഹാനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയ കേരള നിയമസഭ ഈ മുനമ്പം വിഷയത്തിലെ ഈ പുതിയ നിയമത്തിന്റെ പേരിൽ പ്രമേയം പാസാക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്ന ആയിരക്കണക്കിന് കുർദുകളെ കൊന്നൊടുക്കിയിട്ടുള്ള സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുവാൻ അമേരിക്ക തീരുമാനിച്ചപ്പോൾ ഗതികേട് കൊണ്ട് ആ അമേരിക്കയിലെ ജോർജ് ബുഷിന് മലയാളത്തിൽ പ്രമേയം പാസാക്കി അയച്ചു കൊടുത്ത തമ്പ്രാക്കന്മാരാണ് ഈ തിരുവനന്തപുരത്ത് ഇരുന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രമേയം കണ്ട വഴി ജോർജ് ബുഷിന്റെ കാര്യം മനസ്സിലായി, അപ്പൊ തന്നെ തൂക്കിക്കൊന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഇവിടെ ഹർത്താൽ, ഇടതു മുന്നണിയും വലതു മുന്നണിയും 3 മണിക്കൂർ ഹർത്താൽ. നമ്മളത് അനുഭവിച്ചു. സദ്ദാം ഹുസൈൻ ജനിച്ച സ്ഥലത്ത്, സദ്ദാം ഹുസൈൻ മരിച്ച സ്ഥലത്ത് ആർക്കും വേണ്ട. ജനന സ്ഥലത്ത് അതൊന്ന് കാണാൻ പോലും ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. പക്ഷെ കേരളത്തിലെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി അങ്ങനെ പ്രമേയം പാസാക്കിയില്ല? നിങ്ങള് ശ്രീരാമ ജന്മഭൂമിക്കെതിരായി ബാബറി മസ്ജിദിന് വേണ്ടി പ്രമേയം പാസാക്കിയില്ലേ നിങ്ങള്? ഗുജറാത്തിൽ പണ്ടാരോ ശൂലത്തിൽ കുത്തിയെന്നും പറഞ്ഞിട്ട്, ആരെയെ ശൂലത്തിലേറ്റിയെന്നും പറഞ്ഞിട്ട് ഗുജറാത്തിനെതിരെ പ്രമേയം പാസാക്കിയില്ലേ നിങ്ങള്? ഈ കേരള നിയമസഭ എത്രയെത്ര പ്രമേയങ്ങൾ പാസാക്കി. ആ പ്രമേയങ്ങളിലെല്ലാം ഒരു മതപരമായ ടച്ച് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രമേയം നിങ്ങൾ പാസാക്കിയിട്ടുണ്ടോ? ഫാദറുടെ ബംഗ്ലാദേശിലെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോയല്ലോ. ആ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ നരകയാതന അനുഭവിക്കുന്നു. ബംഗ്ലാദേശ് ആരുടെയാണ്? ബംഗ്ലാദേശ് നമ്മുടെയാണ്. സനാതന ധർമ്മത്തിന്റെ, സാംസ്കാരിക ധർമ്മത്തിന്റെ ഈറ്റില്ലമാണ് ബംഗ്ലാദേശ്. 1947 ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത് ഈ പ്രദേശത്ത് 30% ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. 71 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് 16% കുറഞ്ഞു, 14% മാറി. 2022 ബംഗ്ലാദേശിലെ സെൻസസ് അനുസരിച്ച് അത് 8% ചുരുങ്ങിയിരിക്കുന്നു. 30% നിന്നും 8% അവിടുത്തെ ന്യൂനപക്ഷം. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൈനരുണ്ട്, ബുദ്ധരുണ്ട്. എങ്ങനെ അവർ ചുരുങ്ങിപ്പോയി? എന്താണ് അതിന്റെ സാഹചര്യം? എന്താണ് അതിന്റെ കാരണം? അവർക്കിപ്പോൾ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഡാക്കേശ്വരിയുടെ നാടാണ് ബംഗ്ലാദേശ്. അവിടെയാണ് രാമനവമി, അവിടെയാണ് രഥപഞ്ചമി, അവിടെയാണ് കാളിപൂജ, അവിടെയാണ് ദുർഗാപൂജ. ബംഗ്ലാദേശിലൂടെ ഗംഗാ നദി ഒഴുകുന്നു, ബംഗ്ലാദേശിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്നു, മേഘ്ന നദി ഒഴുകുന്നു. അങ്ങനെ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശ് ഉണ്ടായത് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് നമ്മളാണ് ബംഗ്ലാദേശിനെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. ബംഗ്ലാദേശ് ഒരു മതാധിപത്യ രാജ്യമല്ല, അതൊരു ജനാധിപത്യ രാജ്യമായിരുന്നു. ഷേഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി പട്ടാളം അട്ടിമറിച്ച് ഇപ്പോൾ അവർ ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയ തസ്ലിമ നസ്രീൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരി ലജ്ജ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയപ്പോൾ അവർക്കവിടെ ജീവിക്കാൻ കഴിയാതെ വന്ന സമയത്ത് അവർക്ക് അഭയം കൊടുത്ത മണ്ണാണ് ഭാരതം. ഇപ്പോൾ ഷേഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിരിക്കുന്നു. ചൈനയിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത നാടാണ് ഭാരതം. അവർ ഹിമാചൽ പ്രദേശിലെ ധർമ്മസ്ഥലയിൽ ഇരുന്നു കൊണ്ട് ടിബറ്റ് ഭരിക്കുകയാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ അതിഥി ദേവോഭവ, എല്ലാവരെയും 2 കൈയും നീട്ടി സ്വീകരിച്ച നാടാണ് ഈ ഭാരതം. അതിന്റെ ഭാഗമായിട്ടാണ് ഹസീനയ്ക്കും നമ്മൾ അഭയം കൊടുത്തിരിക്കുന്നത്. ആ ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മതേതര സംവിധാനം, മതാധിപത്യ സംവിധാനത്തിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുപോകാൻ യൂനുസ് എന്ന് പറയുന്ന ആ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടൻ ചെയ്ത പണി എന്താണ്? ഷേഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിരുന്ന 1500-ൽ പരം കൊടും ക്രിമിനലുകളെ ഈ പുതിയ ഭരണകർത്താവ് തുറന്നുവിട്ടു. അങ്ങനെ തുറന്നുവിട്ടപ്പോൾ അവരാണിപ്പോൾ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ പ്രായമുള്ള ഒരു യുവ ബ്രഹ്മചാരി ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു യുവാവ്, 39 വയസ്സുകാരൻ, അദ്ദേഹം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവാണ്. അദ്ദേഹം മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജൈനർക്കും എല്ലാം പ്രിയപ്പെട്ടയാളാണ്. അവിടെ മുസ്ലിം സമൂഹവും നരകയാതന അനുഭവിക്കുകയാണ്. ആ അവശത അനുഭവിക്കുന്ന ജനങ്ങളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്, അവരെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത്. അങ്ങനെ പോയാൽ ഇവിടെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പുതിയ സർക്കാർ ബംഗ്ലാദേശിന്റെ ദേശീയ പതാക കത്തിച്ചു എന്നുള്ള
തെറ്റായ കുറ്റം ചുമത്തി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ്. കേസ് വാദിക്കാൻ വക്കീലില്ല. വാദിക്കാൻ പോയ വക്കീലിന്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോയ മറ്റൊരു യുവസന്യാസി ഇന്ന് ജയിലിലാണ്. ആ ചിന്മയ് കൃഷ്ണദാസ് എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ മനുഷ്യന്റെ പ്രശ്നം ലോകത്ത് എല്ലായിടത്തും ഒന്നാണെന്ന് പറയുന്ന നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ നിയമസഭകൾ, രാഷ്ട്രീയക്കാർ, ഭരണകൂടങ്ങൾ എന്താ ഒരു വരി പ്രമേയം പാസാക്കാത്തത്? ബംഗ്ലാദേശിന് വേണ്ടി, പാലസ്തീന് വേണ്ടി നിങ്ങൾ പാട്ട കുലുക്കിയിട്ടില്ലേ? പാലസ്തീന് വേണ്ടി നിങ്ങൾ പരിതപിച്ചില്ലേ? മണിപ്പൂരിന്റെ വിഷയം ഇവിടെ നമ്മുടെ ഫാദർ സൂചിപ്പിച്ചല്ലോ. അവിടേക്കും നിങ്ങൾ പോയല്ലോ. മനുഷ്യന്റെ പ്രശ്നമാണ്, പോകണം. പോകണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഹത്രസിലേക്ക് പോയില്ലേ? നിങ്ങൾ കത്തോയിലേക്ക് പോയില്ലേ? നിങ്ങൾ സംഭാലിലേക്ക് പോയില്ലേ? നിങ്ങൾ എവിടെയും പോകുന്നുണ്ടല്ലോ. എന്ത് ഈ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരു അക്ഷരം നിങ്ങൾ ശബ്ദിക്കാത്തത്? നമ്മുടെ തൊട്ട അയൽ രാജ്യമല്ലേ? അഖണ്ഡ ഭാരത സങ്കല്പത്തിൽ ബംഗ്ലാദേശ് ഉണ്ടല്ലോ. ഒരു വരി പ്രമേയം. ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന്. ബംഗ്ലാദേശിലെ മൊത്തം ജനങ്ങളുടെ പീഡനം പറഞ്ഞോ? കുഴപ്പമില്ലല്ലോ, അപ്പൊ എല്ലാവരും ആയില്ലേ? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. ശബ്ദിക്കത്തില്ല. നമ്മുടെ ഒരു നേതാവ് ലോകസഭയിലെ കഴിഞ്ഞ ഡിസംബർ മാസം 16-ാം തീയതി പാലസ്തീന്റെ ബാഗുമായി പോയി ഫാഷൻ പരേഡ് നടത്തിയ അനുഭവമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതും ഡിസംബർ മാസം 16 എന്ന് പറഞ്ഞാൽ ഈ നേതാവിന്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഈ 71-ൽ ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്. ഈ ഡിസംബർ മാസം 16 എന്ന് പറയുന്നത് 93,000-ഓളം വരുന്ന പാക് പട്ടാളം യുദ്ധത്തിൽ തോറ്റ ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ വന്ന് അടിയറവ് പറഞ്ഞ ആ ദിവസം വിജയ ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ആ വിജയ ദിവസം ഡിസംബർ മാസം 16-ന് ബംഗ്ലാദേശിനോട് ഐക്യപ്പെടേണ്ടതിന് പകരം പാലസ്തീനോട് ഐക്യപ്പെടാൻ വേണ്ടി പാലസ്തീന്റെ വാനിറ്റി ബാഗുമായി പോയി ഫാഷൻ പരേഡ് നടത്തി. എതിർപ്പുകൾ വന്നപ്പോൾ, ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു മാറ്റം വേണമെന്ന് തോന്നിയതാ കൊണ്ടാണോ എന്നറിയില്ല, പിറ്റേ ദിവസം ആ ബാഗ് മാറ്റി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ബാഗുമായിട്ട് പിറ്റേ ദിവസം ലോകസഭയിൽ പോയി. അഭിനന്ദനങ്ങൾ. പോയല്ലോ. അത് പോയത് 17-ാം തീയതി, മറ്റത് 16-ാം തീയതി. ഇരട്ടത്താപ്പാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? ഒരക്ഷരം എന്തേ നിങ്ങൾ സംസാരിക്കാത്തത്? അത് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോകുന്നത്? അപ്പോൾ അവശതയും യാതനയും പീഡനവും അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആരുണ്ട്? നാം ഈ ജയിപ്പിച്ചയക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങൾ ഈ പുതിയ നിയമത്തെ കുറിച്ച് പഠിച്ചിട്ടാണോ നിങ്ങൾ അതിനെ എതിർത്തത്? അതിനെക്കുറിച്ച് നിങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സോമൻ സാർ ഇവിടെ സൂചിപ്പിച്ചില്ലേ? ഇനി പുതിയ നിയമം വരുന്ന സമയത്ത് 5 വർഷം മുസ്ലിമായി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പുതിയ നിയമം അനുസരിച്ച് ഇനി വഖഫ് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഉള്ള പോലെ ഞാൻ അങ്ങോട്ട് കൊടുക്കുക, ആൾ ഇങ്ങോട്ട് കൊടുക്കുക, ഈ പരിപാടിയൊന്നും ഇനി പറ്റത്തില്ല. 5 വർഷം മുസ്ലിമായി ജീവിക്കണം. മറ്റവന്റെ ഭൂമി വഖഫ് കൊടുക്കാൻ സാധ്യമല്ല. ഇനി പുതിയ നിയമത്തിൽ പറയുന്നത് സ്വന്തം ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ. വേറെ ഭൂമി വഖഫ് ചെയ്യാൻ സാധ്യമല്ല. സ്ത്രീകളുടെ ഭൂമി സ്ത്രീകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ. പുരുഷന് വഖഫ് ചെയ്യാൻ സാധ്യമല്ല. പുരുഷന്, ഭർത്താവിന് ഭാര്യയുടെ ഭൂമി വഖഫ് ചെയ്യാൻ ഇനി കഴിയത്തില്ല. അപ്പൊ 5 വർഷം മുസ്ലിം ആയിരിക്കണം. സ്ത്രീകളുടെ ഭൂമി സ്ത്രീക്ക് വഖഫ് ചെയ്യാം, സ്വന്തം ഭൂമി വഖഫ് ചെയ്യാം. വാടകയ്ക്കെടുത്തതോ ലീസിനെടുത്തതോ ആയ ഭൂമി ഇനി വഖഫ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഈ വഖഫ് ബോർഡിൽ ഇതുവരെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിൽ പറയുന്നത് ഇസ്ലാം മതവിഭാഗത്തിൽ തന്നെ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിൽ പറയുന്നത് ഇനി സുന്നികൾ മാത്രമല്ല, ഇസ്ലാം മതസമൂഹത്തിലെ മറ്റ് അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും പുതിയ ബോർഡിൽ നിലവിൽ വരും.
മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് രണ്ടുപേരെ കൂടെ ഈ നിയമത്തിലേക്ക് ഉൾപ്പെടുത്തും, ഈ വഖഫ് ബോർഡിലേക്ക് ഉൾപ്പെടുത്തും. പുതിയ നിയമത്തിൽ പറയുന്നത് ഇതുവരെ സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല, ഇനി സ്ത്രീകളെ കൂടെ ഈ വഖഫ് ബോർഡിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് എല്ലാ വിഭാഗവും വരുന്നു, മറ്റു മതവിഭാഗത്തിൽ നിന്ന് രണ്ടുപേര് വരുന്നു, സ്ത്രീകളിൽ നിന്ന് രണ്ടുപേര് വരുന്നു. ഇതിനെ സംബന്ധിച്ച് ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്തിരുന്നത് ഈ ട്രിബ്യൂണൽ നിയോഗിക്കുന്ന, അല്ലെ സാറേ, വഖഫ് ബോർഡ് നിയോഗിക്കുന്ന സർവേയർമാരായിരുന്നു, ബോർഡ് നിയോഗിക്കുന്ന സർവേയർമാരായിരുന്നു. ഇനി അത് മാറുകയാണ് പുതിയ നിയമത്തിൽ. ഇനി സർവേ നിശ്ചയിക്കുന്നത്, സർവേയറെ നിയോഗിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർമാരിൽ നിക്ഷിപ്തമാകാൻ പോവുകയാണ്. ഇതുവരെ ജില്ലാ കളക്ടർക്ക് ഇതിൽ യാതൊരു റോളുമില്ലായിരുന്നു. ഇന്ത്യൻ നീതിന്യായ കോടതികൾക്ക് യാതൊരു റോളുമില്ലായിരുന്നു. അതുകൊണ്ട് ഇനി കളക്ടർമാർ നിശ്ചയിക്കും ഈ ഭൂമി സർവേ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. സാറിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ നിലവിലൊരു രജിസ്റ്റർ ഇല്ല. ഏതാണ്ട് 10 ലക്ഷം ഏക്കർ ഭൂമിയോളം വഖഫിന്റെ സ്വത്താണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രതിരോധ സേന കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂസ്വത്തുള്ള വിഭാഗമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അത് ഇനി കൃത്യമായ രജിസ്റ്റർ ഉണ്ടാവും. സെൻട്രൽ പോർട്ടൽ നിലവിൽ വരാൻ പോകുന്നു. ഒരു ഭൂമി ഒരാൾക്ക് വഖഫ് ചെയ്യണമെന്ന് തോന്നിയാൽ ആ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ച് കൃത്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് എല്ലാ പഠനവും നടത്തി കൃത്യമാക്കിയതിനു ശേഷം മാത്രമേ ഇനി വഖഫ് ചെയ്യാൻ സാധ്യമാവൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാനുള്ള ആ 90 ദിവസത്തെ സാവകാശം ഇനി പുതിയ നിയമത്തിൽ വരികയാണ്. ഈ വഖഫ് ബോർഡിൽ നിലവിലുള്ള മുത്തവല്ലി, അല്ല സാറേ, മുത്തവല്ലി അല്ലേ, മുത്തവല്ലി എന്ന് പറയുന്ന ഒരാളുണ്ട്, ട്രസ്റ്റി, അദ്ദേഹമാണ് ഇതിന്റെ സൂക്ഷിപ്പുകാരൻ. പുതിയ നിയമത്തിൽ പറയുന്നത് എല്ലാ മാസത്തെയും എല്ലാ വർഷത്തെയും കൃത്യമായ കണക്കുകൾ ഈ സെൻട്രൽ പോർട്ടലിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായ കണക്കുകൾ കൊടുക്കണം. ഇപ്പോൾ ഈ 10 ലക്ഷം ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാല് ഇത് എവിടെയാണെന്നോ എന്താണെന്നോ ആരുടെയാണെന്നോ അതിന്റെ പേരിൽ ചില ആളുകൾ ഇങ്ങനെ തടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ ഭൂമി പലരും ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർ ധാരാളം സ്വത്തുക്കൾ സമ്പാദിക്കുന്നുണ്ട്. അഹമ്മദ് സാറ് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇതിന്റെ പേരിൽ കുറെ ഭൂമാഫിയ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഏത് മുന്നണി വന്നാലും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ സാധനം അത് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിശ്ചയിക്കുന്ന ആളുകളായിരിക്കും, അവർക്ക് പറ്റുന്ന ആളുകളായിരിക്കും, വേറെ ആർക്കും അത് ഭരിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി ഉപയോഗിച്ച് പലരും പലതും നേടിയെടുക്കുകയാണ്. ഇന്നലെ വരെ വഖഫ് ട്രിബ്യൂണലിന്റെ മുൻപിലേക്ക് രജിസ്ട്രാറും കളക്ടറും ഒക്കെ അങ്ങോട്ട് പോകണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായ റിപ്പോർട്ട് കൊടുക്കാൻ. ഇനി അത് മാറുകയാണ്. ജില്ലാ കളക്ടറുടെ മുൻപിലേക്ക് ഇനി അവര് വരുന്ന സ്ഥിതിവിശേഷം പുതിയ നിയമത്തിൽ വരികയാണ്. അതായത് ഭാരതത്തിന്റെ ഭരണഘടനയനുസരിച്ച് ഭരണഘടനയ്ക്ക് കീഴെ ഭരണഘടനയിലെ ഉള്ളിൽ നിന്നുകൊണ്ട് ജില്ലാ കളക്ടർമാരും ഇന്ത്യൻ നീതിന്യായ കോടതികളും ഈ വഖഫിന്റെ പരമ അധികാരികളായി വരുന്നു. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള അധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം ഇന്ത്യൻ നീതിന്യായ കോടതികളിലേക്കും വരികയാണ്. ഇതാണ് നേരത്തെ സാറ് ചോദിച്ചത്, ഇതിലെവിടെയാണ് മതം? അല്ലേ, ഇതിന് മതമുണ്ടോ? ഇതല്ല യഥാർത്ഥത്തിലുള്ള മതേതരത്വം എന്ന് പറയുന്നത്. അങ്ങനെ യഥാർത്ഥ മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവന്നത്. 46 പ്രാവശ്യം JPC കൂടി, ഗ്ലാസ് എടുത്ത് എറിയുക, മൈക്ക് തല്ലിപ്പൊട്ടിക്കുക, അങ്ങനെയുള്ള വിവിധ കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനം എത്തിയില്ല. എന്നിട്ട് ഈ ലോകസഭ കൂടിയ സമയത്ത് അവർ പാർലമെന്റിൽ പറയുകയാണ്, ഞങ്ങൾക്കിത് പഠിക്കാൻ ഇനിയും സമയം വേണം പോലും. അങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. 46-47 പ്രാവശ്യം JPC യോഗം ചേർന്നിട്ടും ഒരു തീരുമാനവും എത്താതെ
ഇനിയും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അടുത്ത ലോകസഭാ സമ്മേളനത്തിലേക്ക് ഈ നിയമത്തിന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു നിയമം ഉണ്ടാക്കിയത് എന്തിനാണ്? മതത്തിന് നിയമം. അത്തരം കാര്യങ്ങളോടാണ് നമുക്ക് എതിർപ്പുള്ളത്. എല്ലാവരും ഈ ഭാരതത്തിലെ തുല്യ പൗരന്മാരല്ലേ? ഇത്തരം കാര്യങ്ങളെയാണ് ഈ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാര്, ചില സംഘടനകള്, ചില രാഷ്ട്രീയക്കാര് ഒക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ആ എതിർപ്പിനെതിരെയാണ് ഇവിടെ ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നത്. മുനമ്പം പോലെ ഇനിയും ഈ നിയമം നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ പല സ്ഥലത്തും പല സമരഭൂമികളും ഉയർന്നു വരും. അങ്ങനെ ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള സമരം നടത്താനിരിക്കുന്ന ആളുകൾക്ക് കൂടെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഈ ജനജാഗരണ സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1902 ഗുജറാത്തിൽ നിന്ന് വന്ന അബ്ദുൾ സത്താർ സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്ത ഭൂമി പിന്നീട് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി സത്താർ സേട്ട് എന്ന് പറയുന്ന ആൾ വരികയും അത് ശരിയോ തെറ്റോ അനന്തരാവകാശിയാണോ അതിനെക്കുറിച്ചുള്ള വാദമുഖങ്ങളൊക്കെ വേറെ നിലനിൽക്കുകയാണ്. അങ്ങനെ വരികയും 1947 ഭാരതം സ്വതന്ത്രമായതിനു ശേഷം 50 നവംബർ മാസം 1-ാം തീയതി ഈ ഭൂമി അത് ഫാറൂഖ് കോളേജിന് വിൽക്കുകയും അത് വഖഫ് കൊടുത്തു എന്ന് പറയുകയും അങ്ങനെ അത് വഖഫിന്റെ ഭൂമിയായി മാറുകയും നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ അച്യുതാനന്ദന്റെ കാലത്ത് അവസാന ഘട്ടത്തിൽ നിസാർ കമ്മീഷനെ നിശ്ചയിക്കുകയും വേണ്ടത്ര പഠനം നടത്താതെ വേണ്ടത്ര കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് വഖഫ് സ്വത്താണ് എന്ന് അദ്ദേഹം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ പേരിൽ വഖഫായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ഭൂമി ഈ മുനമ്പത്തെ ജനങ്ങൾ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേഖകൾ പറയുന്നത് 33 ലക്ഷം രൂപ കൊടുത്ത് അവർ വാങ്ങിയ ഭൂമിയാണ്. അവർ വാങ്ങിയ ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല. അവിടെ തന്നെ ജീവിക്കണമെന്നുള്ളത് കൊണ്ട് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അതിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞതാണ്. ഒരിക്കൽ വഖഫ് കൊടുത്തു പോയാൽ എല്ലാ കാലത്തും അത് വഖഫായിട്ട് മാറും. ഇന്നിപ്പോ ഫാറൂഖ് കോളേജിന്റെ സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് വഖഫിന്റെ ഭൂമിയല്ല എന്നും പറഞ്ഞിട്ട് ഫാറൂഖ് കോളേജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതപ്പോ ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് ഫാറൂഖ് കോളേജും വഖഫിന്റെയാണെന്ന് വഖഫും അങ്ങനെ ഒരു തർക്കം ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്ത് തർക്കം നിലനിന്നാലും മുനമ്പത്തെ ജനങ്ങൾക്ക് രക്ഷയില്ല. ഇതാണ് തുടക്കത്തിൽ നാം സൂചിപ്പിച്ചത്. ഇത് എന്ത് നിയമമാണ്? ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? ഈ 1947 ഭാരതം വിഭജിക്കപ്പെട്ട സമയത്ത് പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളുകൾ, ഭാരതത്തിലേക്ക് വന്ന ആളുകൾ, ആ ഭാരതത്തിലേക്ക് വന്ന ആളുകളുടെ ഭൂമി സ്വാഭാവികമായിട്ടും ആ ഭൂമിക്ക് അവകാശികൾ ഇല്ലാതെ വന്ന സമയത്ത് അന്ന് മുഹമ്മദ് അലി ജിന്ന ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ ഭൂമിയെല്ലാം പാകിസ്ഥാൻ സർക്കാരിന്റെ സ്വത്താക്കി മാറ്റി. പക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആളുകളുടെ ഈ ഭൂമിയെല്ലാം വഖഫിന്റെ സ്വത്താക്കി മാറ്റി. സർക്കാരിന്റെ സ്വത്താക്കി മാറ്റേണ്ടതിന് പകരം വഖഫിന്റെ സ്വത്താക്കി മാറ്റി. അങ്ങനെ വഖഫിന്റെ സ്വത്താക്കി മാറ്റിയത് കൊണ്ടാണ് വഖഫിന് ഇത്രയും വലിയ സ്വത്ത് വന്നത്. ഇതാണ് ഒരു തലതിരിഞ്ഞ നയമെന്ന് പറയുന്നത്. സർക്കാരിന്റെ സ്വത്താക്കിയല്ലേ മാറ്റേണ്ടിയിരുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 400 ഏക്കറിൽ താഴെ 399-98 ആണെന്ന് എനിക്ക് തോന്നുന്നു. മലപ്പുറം ജില്ലയിൽ മാത്രം ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോയ ആളുകളുടെ ഭൂമികൾ വഖഫിന്റെ സ്വത്തായിട്ടുണ്ട്. അത് ഈ നെഹ്റു കൊടുത്തതാണ് വഖഫിന്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഭൂമി. അപ്പോൾ ഇങ്ങനെയുള്ള തലതിരിഞ്ഞ നയങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സാധനം, ദയവ് ഇതിൽ കോൺഗ്രസ്സുകാർ ഉണ്ടെങ്കിൽ, പഴയ ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവര് ഫാദറും ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഈ നാടിനെ പൂട്ടിച്ചോറാക്കിയിട്ടേ പോകത്തുള്ളൂ. അവർക്ക് ഈ നാടിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല. അവരെന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? 1885 ഈ സാധനം വരുന്നത്. ആരാ തുടങ്ങിയത്? ആ തുടങ്ങിയ ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ പേര് തന്നെ കേട്ടിട്ടുണ്ടാവും. അലൻ ഒക്ടോവിയൻ ഹ്യൂ, എയോ ഹ്യൂ എന്ന് പറയുന്ന ഒരു സായിപ്പ്, ഒരു വിദേശിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്നത്. അന്ന് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ബ്രിട്ടനെതിരായ ദേശീയ വികാരം അങ്ങനെ നുരഞ്ഞു പൊങ്ങുമ്പോൾ, അങ്ങനെ ആ ദേശീയ വികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി തിരിച്ചുവിടാൻ വേണ്ടി തുടങ്ങിയ ഒരു സേഫ്റ്റി വാൽവ്, അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നാം ചോദിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും, ഇനിയിപ്പോ ഒരു വ്യക്തിയാണെങ്കിലും, ആ വ്യക്തിയെ ജനിപ്പിച്ച ഒരാളുണ്ടല്ലോ, അവരോട് നമുക്ക് സ്നേഹവും ബഹുമാനവും, അതല്ലേ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് സംഘടനയെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അടിസ്ഥാനമായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഈ കരുനാഗപ്പള്ളിയിലെ കോൺഗ്രസിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ, അവരുടെയും സുഹൃത്തുക്കളായിരിക്കുമല്ലോ, നിങ്ങളൊന്ന് ഇവിടെ കോൺഗ്രസിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്നൊരു സൗഹൃദ സന്ദർശനം അങ്ങോട്ടേക്ക് നടത്തണം. എന്നിട്ട് നിങ്ങൾ അവിടെ പോയി നോക്കണം, ഈ ജനിപ്പിച്ച ആളുടെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല. അതൊന്നും എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. അലൻ ഒക്ടോവിയൻ ഹ്യൂമൻ അടിച്ചാൽ നമുക്ക് ഗൂഗിളിൽ കിട്ടും. പക്ഷെ അത് പുറത്തില്ല, അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിലില്ല, അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഉള്ളിലില്ല. ഞാൻ പറഞ്ഞു വന്നത്, ജനിപ്പിച്ച പിതാവിനെ മറന്ന ഒരു പാർട്ടി എങ്ങനെ ഗുണം പിടിക്കാനാണ്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാരൽ മാർക്സ് ഇല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? മാർക്സ് ഉണ്ട് അവർക്ക്. ഡോക്ടർ അഡ്ഗേവാർ ഇല്ലാതെ RSS ഉണ്ടോ? ശ്യാമപ്രസാദ് മുഖർജി ഇല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടോ? നിങ്ങൾ ഓരോ സംഘടനകളെയും എടുത്ത് നോക്കുന്നു. അതൊക്കെ തുടങ്ങി അതിനെ ജനിപ്പിച്ച ആളുകൾ, അവരാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതില്ല. അവർക്ക് മഹാത്മാഗാന്ധിയുണ്ട്, ചില സന്ദർഭങ്ങളിൽ മാത്രം, ആവശ്യത്തിന് മാത്രം. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമരം നടക്കുന്ന സമയത്ത് അതിനെ നയിച്ചിട്ടുള്ള എത്രയോ മഹാരഥന്മാരുണ്ട്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്നും ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് ഒരു ചാട്ടുളിയെ പോലെ കടന്നു വന്ന ലോകമാന്യ തിലകനെ നിങ്ങൾ മറന്നുപോയില്ലേ? സനാതന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച മഹർഷി അരവിന്ദ മഹായോഗിയെ, ആയിക്കോട്ടെ മഹർഷി അരവിന്ദ മഹായോഗിയെ നിങ്ങൾ മറന്നുപോയില്ലേ? നാം നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു വിരുദ്ധനായ ഈ പുതിയ നിയമമുണ്ടാക്കിയ ആ വ്യക്തിയുടെ ചില കുൽസിതമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടേണ്ടിയിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങൾ മറന്നു കളഞ്ഞില്ലേ? ഈ ഭാരതത്തിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും കൂട്ടിയോജിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന അഭിമാനിയായ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനെ നിങ്ങൾ പടിയടച്ച് പിണ്ണം വച്ചില്ലേ? സരോജിനി നായിഡു ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ലാലാ ലജ്പത് റായ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്തിനധികം പറയണം, സീതാറാം കേസരിയെയും നരസിംഹറാവുവിനെയും ഒക്കെ നിങ്ങൾ ആട്ടിപ്പായിച്ചില്ലേ? നിങ്ങളിൽ ആരാ ഉള്ളത്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ പുതിയ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട്. അവിടെ വയനാട്ടിലെ കൊണ്ട് അവിടെ മറ്റേ നോമിനേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, മക്കൾ ഇതൊക്കെ കണ്ടുപഠിച്ചോ, ഇതിപ്പോ നിന്റെ അമ്മയുടെ മണ്ഡലമാണ്, അത് കഴിഞ്ഞാൽ നിന്റെ മണ്ഡലമാണ്, അതുകൊണ്ട് നീ ഇത് നോക്കി നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറെ പുതിയ ആളുകളെ കൊണ്ട് നടക്കുന്നു. അവരല്ലാതെ ആര് ഒരു കുടുംബത്തിന്റെ സ്വത്താക്കി ഒരു ദേശീയ പ്രസ്ഥാനത്തെ അധപതിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങള്? നിങ്ങളല്ലേ ഇവിടെ ഭാരതത്തിന്റെ വിഭജനം സാധ്യമാക്കിയത്? ഇന്നലെ വരെ ഒന്നായി കഴിഞ്ഞ ജനസമൂഹത്തെ രണ്ടാക്കി വെട്ടി മുറിച്ച് ചോര പുഴകളൊഴുക്കി ജനങ്ങളിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ഒരു ജനതയെ മുഴുവൻ വഴിയാധാരമാക്കി തീർത്തില്ലേ നിങ്ങൾ?
ആ ഭാരത വിഭജനം നടത്തിയ, അതിന് കൂട്ടുനിന്ന ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാധനത്തെ എന്തൊക്കെ പറഞ്ഞാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഇത് ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞു. ആ ചത്ത കുതിരയ്ക്ക് മുതിര കൊടുത്ത് അതിന് ജീവൻ വപ്പിച്ച് അതിനെ തോളത്തെടുത്ത് അതിനെ വേണ്ടാത്തടത്തെല്ലാം എടുത്ത് കൊണ്ട് നടന്ന് ഇപ്പോൾ അതിന്റെ തോളിൽ കയറിയിരുന്ന് മൃഷ്ടാന ഭോജനം നടത്തുന്ന പരാന്ന ജീവികളായി മാറിയില്ലേ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഈ കേരളത്തിൽ ആരാണ്? ഞങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ജയിക്കണോ? ഉത്തരേന്ത്യയിലെ ഗോസായിമാർക്ക് ജയിക്കണോ? ജയിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം, ഞങ്ങളുടെ കൂടെ വരൂ, കേരളത്തിലേക്ക് വരൂ. അങ്ങനെയാണ് ആങ്ങളെയും പെങ്ങളെയും ജയിച്ചത്. വേറെ എവിടെ നിന്നാലും അവർക്ക് ജയിക്കാൻ സാധ്യമല്ല. 4 ലക്ഷമല്ല, 5 ലക്ഷമല്ല, 10 ലക്ഷം കിട്ടുമെന്ന് നിസ്സാരമൊന്നുമില്ല, അത്ഭുതമൊന്നുമില്ല. കാരണം വയനാട് ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലും 3 ഉള്ളൂ നിയമസഭാ മണ്ഡലങ്ങൾ. അത് ബത്തേരിയും അതേപോലെ കൽപ്പറ്റയും അതേപോലെ മാനന്തവാടിയുമാണ്. അത് കുറച്ച് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി മണ്ഡലം, അങ്ങനെ 4. ബാക്കി 3 ഞമ്മന്റെ ജില്ലയിലാണ് കിടക്കുന്നത്. ബാക്കി 3 നിയമസഭാ മണ്ഡലങ്ങൾ ഞമ്മന്റെ ജില്ലയിലാണ്. ആ ഞമ്മന്റെ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ തീരുമാനിക്കും ഇവിടെ ആര് ജയിക്കണമെന്ന്. കാരണം അവരെ പറഞ്ഞ് പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ ഒഴിവാക്കി ഒരു കുടുംബത്തിന്റെ സ്വത്താക്കിയ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു. ആരാണ് 307 വകുപ്പ് കൊണ്ടുവന്നത്? കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശം അവസരവും നിഷേധിച്ചത് ആരാണ്? അതിന്റെ എന്തെല്ലാം യാതനകൾ അവർ അനുഭവിച്ചു. ആണൊരുത്തൻ വേണ്ടി വന്നില്ലേ ആ 307 വകുപ്പ് റദ്ദു ചെയ്ത് ഇന്ന് കാശ്മീർ എല്ലാവർക്കും പോകാനും ഭൂമി വാങ്ങാനും ഉല്ലസിക്കാനും മഞ്ഞിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കാനും ഉമ്മവയ്ക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ 307 വകുപ്പ് തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ പറഞ്ഞു ഒട്ടും. ആണുങ്ങളാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 307 വകുപ്പിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ. ഷബാനു കേസിന്റെ വിധി വന്ന സമയത്ത് സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതി നടത്തിയ ആളുകൾ. അലിഗഡ് സർവകലാശാല ഉണ്ടാക്കിയപ്പോൾ 50% മുസ്ലിം സംവരണം പ്രത്യേകമായ സീറ്റുകൾ അനുവദിച്ചു കൊടുത്ത ആളുകൾ. സച്ചാർ കമ്മിറ്റി നിങ്ങൾ ആർക്കു വേണ്ടി കൊണ്ടുവന്നു? അങ്ങ് ലക്ഷദ്വീപില് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ആ ദ്വീപിലേക്ക് ഭരണഘടനാദത്തമായി പട്ടികവർഗ വിഭാഗത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സംവരണത്തെ ആ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി മുസ്ലിം വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവർക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അങ്ങനെ ഓരോ കാലത്തും ഓരോ സമയത്തും തുടക്കത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ ചില നക്കാപ്പിച്ചയ്ക്ക് വേണ്ട ചില വോട്ടുകൾക്ക് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റി മറിച്ചിട്ടുള്ള ആളുകൾ. അവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നവർ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല. ഇപ്പൊ അംബേദ്കറുടെ പേരിൽ വലിയ കടിപിടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആരാണ് ബി.ആർ. അംബേദ്കർ? ബി.ആർ. അംബേദ്കർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണ്? അദ്ദേഹത്തെ തോൽപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാതിരുന്ന ആൾക്കാർ ആരാണ്? ഇപ്പോൾ അംബേദ്കറുടെ വലിയ സ്നേഹികളായവർ മാറുമ്പോൾ നമുക്ക് അത്ഭുതമാണ് നമുക്ക് തോന്നുന്നത്. ജനം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ണം വയ്ക്കണം. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പൊ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിന്റെ കാര്യങ്ങൾ നടത്തുകയാണ്. നമുക്കൊരു കാര്യം പറയാനുള്ളത്, താൽക്കാലികമായി ഭേദഗതിയിലൂടെ പുതിയ നിയമത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടട്ടെ. പക്ഷെ ആത്യന്തികമായി ഹിന്ദു ഐക്യവേദിക്ക് നമ്മുടെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പറയാനുള്ളത്, ഈ വഖഫ് എന്ന് പറയുന്ന ഈ സാധനത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് ഈ നിയമം തന്നെ റദ്ദു ചെയ്ത് ആ ഭൂമിയെല്ലാം സർക്കാരിന്റെ സ്വത്താക്കി മാറ്റണമെന്നാണ് നമുക്ക് അഭിപ്രായപ്പെടാറുള്ളത്. ഇങ്ങനെ ഒരു സാധനയുടെ ആവശ്യമില്ലെന്ന് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ചില തലതിരിഞ്ഞ ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെച്ച അത്തരം നിയമത്തിന്റെ പിന്നാലെ, അതിന്റെ ഭേദഗതിയുടെ പിന്നാലെ നാം പോകേണ്ട കാര്യമുണ്ടോ? ഈ സംഗതി തന്നെ ഇല്ലാതാക്കേണ്ടുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നാം മനസ്സിലാക്കുക, നാം ചിന്തിക്കുക. ഇതൊരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പേരിൽ മതപരമായിട്ടുള്ള വേർതിരിവുകളും വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ പ്രത്യക്ഷമായി ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ മൗനമായി അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2047 ഇന്ത്യ ഭരിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ പോയിട്ടുണ്ട്. മാനന്തവാടിയിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു പ്രസംഗം കേട്ടു. അവിടെ ഒരു നേതാവ് ഒന്ന് പ്രസംഗിക്കുകയാണ്. STPയുടെ പൊതുയോഗമാണ്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ തീഹാർ ജയിലിലാണ് പോലും. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഇവരൊക്കെ തീഹാർ ജയിലിലാണെന്ന്. ഞാൻ ഇവിടെ നമ്മുടെ വിയ്യൂർ ജയിലിലോ തിരുവനന്തപുരത്തോ പൂജപ്പുരയിലോ അവിടെയൊക്കെയാണെന്ന് ഞാൻ ധരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ തന്നെയാണ് പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം തീഹാർ ജയിലിലാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. 2047 ഇന്ത്യ ഭരിക്കേണ്ട ആൾക്കാരല്ലേ. അതുകൊണ്ട് നേരത്തെ പോയി അവിടെ താമസം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം 47 അധികാരം കിട്ടുന്ന സമയത്ത് തീഹാർ ജയിലിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ ഒരു മതിലങ്ങടി ചാടിക്കടന്നാൽ ഇന്ത്യൻ പാർലമെന്റ് ആയല്ലോ. അവർക്ക് ഭരിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. നമ്മൾ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. ജനങ്ങൾ അവരെ തെരഞ്ഞെടുക്കുമെങ്കിൽ അവർ ഭരിക്കട്ടെ. അതിന് നമുക്കതിന് വേറെ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ നാടിനെ ഇല്ലാതാക്കിക്കൊണ്ട്, ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ട്, ഈ നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ, പുതിയ പുതിയ ആയോധന മുറകൾ, ചില ആയുധ പരിശീലനങ്ങൾ, വ്യായാമങ്ങൾ, MEC 7 പോലെയുള്ള പല പല പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവ് ഇടയ്ക്ക് പറയുകയുണ്ടായി, ഞങ്ങൾ അസ്ത്രമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളത് തൊടുത്ത് ഇനിയിപ്പോ വിടേണ്ടത് ആർക്കെതിരെയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, എപ്പോൾ വിടണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചില നേതാക്കന്മാർ ഉണ്ടായി നമ്മുടെ നാട്ടിൽ. അവരിപ്പോഴും ഉണ്ട്. ചില ചർച്ചകളിലൊക്കെ അവരെ നമുക്ക് കാണാം. പഴയ വീറും വാശിയൊന്നും ഇപ്പൊ കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അസ്ത്രം ഉണ്ടാക്കി വെച്ച സമയത്ത് ഭയങ്കര വീറും വാശിയായിരുന്നു. അത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള സമയത്തായിരുന്നു. മൂന്നാമത് വരുന്നതിന് മുമ്പ്. നമുക്ക് അവരോട് പറയാനുള്ളത് ഈ തുമ്പില്ലാത്ത അസ്ത്രമൊന്നായിട്ട് നമ്മുടെ മേലെ വരരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള അസ്ത്രമൊക്കെ ഉണ്ട്. നിങ്ങൾ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 16 ഭാരതത്തിന്റെ വിജയദിനം എന്ന് പറഞ്ഞതുപോലെ പഴശ്ശിരാജാവിന്റെ വലങ്കയ്യായി നടച്ചേന കുങ്കൻ, ആ കുങ്കന്റെ വീരസ്മൃതി ദിനം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ മാസം 16 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒക്കെ പോയാൽ, വയനാട് പോയിട്ടുള്ള ആളുകൾക്കറിയാം, നിങ്ങൾ അവിടെ ആ പണിയരുടെയും കുറുമരുടെയും അതേപോലെ കുറിച്ചരുടെയും ഒക്കെ കുടിലുകളിൽ പോയാൽ അവിടെ നല്ല അസ്ത്രമുണ്ട്, നല്ല അമ്പുണ്ട്. ആ അമ്പ് ഉപയോഗിച്ച ആ അസ്ത്രം തൊടുത്താലുണ്ടല്ലോ, ഈ പറഞ്ഞവന്റെ ഒക്കെ ഹൃദയവും ഭേദിച്ച് അപ്പുറത്തേക്ക് പോകുന്ന നല്ല തുമ്പുള്ള അമ്പാണ്. അങ്ങനെ പഴശ്ശിരാജാവിന്റെയും എടച്ചേന കുങ്കന്റെയും ഒക്കെ പിൻഗാമികളായിട്ടുള്ള നമ്മളോട്, ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരനായ അർജുനന്റെ പിൻഗാമികളായിട്ടുള്ള നമ്മളോട് 1 തൊടുത്താൽ 10, 10 തൊടുത്താൽ 100, 100 തൊടുത്താൽ 1000 ഒക്കെയായി അമ്പുകൾ അയക്കാൻ കഴിവുള്ള ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ അസ്ത്രമൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചോ മക്കളെ എന്ന് പറയുന്നത്. അത് വേണ്ട എന്നാണ് ഇത്തരം ആളുകളോട് നമുക്ക് എന്തായാലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ചാണെങ്കിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 2047 അമൃതകാലത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാകുമ്പോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സന്ദർഭമാണ്. അതിന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അതിലെല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. ഇതേപോലെ നിയമങ്ങൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് റദ്ദു ചെയ്യപ്പെടണം. അതിന് ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.